ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുമ്പോൾ തുടക്കക്കാർ ചെയ്യാറുള്ള ചില അബദ്ധങ്ങൾ. ഈ അബദ്ധങ്ങൾ ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് പെട്ടെന്ന് തന്നെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒട്ടുമിക്ക തുടക്കക്കാരും ചെയ്യാറുള്ള അബദ്ധങ്ങളാണ്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ഒഴിവാക്കുകയാണെങ്കിൽ, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് മിക്കവാറും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് ഒഴിവാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സ്റ്റിയറിംഗ് ബാലൻസ് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് കൈകൾ സ്റ്റിയറിംഗിൽ പിടിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പലപ്പോഴും തുടക്കക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, വാഹനം ആദ്യമായിട്ട് ഓടിച്ചു തുടങ്ങുന്നത് കൊണ്ട് ആവശ്യമില്ലാത്ത ഭയം വരുന്നത് കൊണ്ട് തന്നെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ ശരീരത്തിൻ്റെ ഉള്ള ആരോഗ്യം മൊത്തം എടുത്ത് സ്റ്റിയറിംഗിലേക്കൊരു ബലം കൊടുക്കും. ലെഫ്റ്റിലേക്കൊക്കെ ടേൺ ചെയ്യുന്ന അവസരങ്ങളിൽ നല്ല ടൈറ്റായിട്ട് സ്റ്റിയറിംഗ് പിടിച്ച് ഇത്തരത്തിൽ ലെഫ്റ്റിലേക്കൊക്കെ ടേൺ ചെയ്യും. വീണ്ടും നേരെയാക്കണമെന്നുണ്ടെങ്കിലും ടൈറ്റ് ചെയ്താണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതായിട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഇറങ്ങുന്ന ഏതൊരു വാഹനമായിക്കോട്ടെ, ആ വാഹനങ്ങളിലുള്ള സ്റ്റിയറിംഗ് സംവിധാനമെല്ലാം പവർ സ്റ്റിയറിംഗ് സംവിധാനങ്ങളാണ്. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ഒരു കൈകൾ കൊണ്ട് വരെ വളരെ അനായാസം തിരിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളിലുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ. ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? റോഡ് മനസ്സിലാക്കി നമുക്ക് കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് അപകടമില്ലാതെ ഒരു വാഹനത്തെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ട് പോകാനാണ് നമ്മൾ സ്റ്റിയറിംഗ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാലൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈറ്റായിട്ട് സ്റ്റിയറിംഗിൽ കൈകൾ പിടിച്ച് വാഹനം ഓടിച്ചാൽ നിങ്ങൾക്കത് ഒരു കാരണവശാലും കിട്ടത്തില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ തുടക്കക്കാർ ചെയ്യാറുള്ള മറ്റൊരു റോങ് ആയിട്ടുള്ള കാര്യം അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതായത് നിങ്ങൾ വളരെ കംഫർട്ടായിട്ടാണോ സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കുന്നത്? നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുവേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഒരു വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ സ്റ്റിയറിങ്ങിനോട് ഒരുപാട് ചേർന്നാണ് ഈ സീറ്റ് വന്നിരിക്കുന്നത്. വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ഞാൻ കംഫർട്ടല്ല വണ്ടി ഓടിക്കുന്നതിൽ, എനിക്ക് കംഫർട്ടല്ലേ. അപ്പം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കംഫർട്ട് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ സീറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഞാൻ ഓൾറെഡി സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിത് തൊട്ട് മേലിൽ കൊടുക്കുക. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കയറി കാണുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ കൈയുടെ റിസ്റ്റ്, രണ്ട് കൈയുടെ റിസ്റ്റ് നിങ്ങളിങ്ങനെ കൈ നിവർത്തുമ്പോൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ രണ്ട് സൈഡിലായിട്ട് കൈകൾ നിവർത്തുമ്പോൾ കൈ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഞാനിത് കൈ നിവർത്തി കാണിക്കാം നിങ്ങളെ. ഇപ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ റിസ്റ്റ് നിൽക്കുന്നത് ഈ സ്റ്റിയറിങ്ങും കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ടാണ്. അങ്ങനെ വരുവാൻ പാടില്ല. കൃത്യമായിട്ട് നമ്മുടെ ഈ റിസ്റ്റിനോട് ചേർന്ന് സ്റ്റിയറിങ്ങിൻ്റെ മേൽഭാഗം വരുന്ന രീതിയിൽ വേണം നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ. നോക്കുക, ഇപ്പോൾ ഞാൻ ഇത് കൈ നിവർത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റിയറിങ്ങിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഏകദേശം ഈ തരത്തിൽ നിങ്ങളുടെ കൈകൾ വരണം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, കൃത്യമായിട്ട് എൻ്റെ റിസ്റ്റിനോട് ചേർന്നാണ് സ്റ്റിയറിങ് നിൽക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അത്യാവശ്യം ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ കൈയൊക്കെ ഒന്ന് നിവർത്തണമെന്നുണ്ടെങ്കിൽ, കണ്ടില്ലേ, നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റിലേക്കോ ഒക്കെ തിരിക്കുന്ന അവസരങ്ങളിലും നല്ല രീതിയിൽ സ്റ്റിയറിംഗ് തിരിക്കാം, റൈറ്റ് തിരിക്കാം, നേരെയാക്കാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും തുടക്കക്കാർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് റോങ് ആയിട്ടാണ്. ചിലപ്പോൾ ഇപ്പോൾ ലെഫ്റ്റിലേക്ക് ഒന്ന് ടേൺ ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ പലപ്പോഴും ഇത് ഇത്തരത്തിൽ ടേൺ ചെയ്യും. ഇതുകൊണ്ട് ഇത്തരത്തിൽ ടേൺ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മളുടെ കൈകൾ ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ കൈയൊക്കെ നിവർത്തിയിട്ട് ഇത്തരത്തിലൊക്കെ തിരിക്കേണ്ടതായിട്ട് വരും. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പലരും ചെയ്യുന്നതാണ് ഇത്തരത്തിൽ സ്റ്റിയറിംഗ് തിരിക്കുക. ഇതൊക്കെ എവിടെയൊക്കെയോ കണ്ടിട്ടാണ് ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ഓടിക്കുന്നത് കണ്ടിട്ടായിരിക്കും. പക്ഷേങ്കിൽ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത്? വളരെ സിമ്പിളാണ്. നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ എടുത്തെടുത്ത് തിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഈ സ്റ്റിയറിങ്ങിൻ്റെ കൃത്യമായിട്ടും സെൻറ്ററിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡും കൃത്യമായിട്ടും സെൻറ്ററിൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങളുടെ റൈറ്റ് ഹാൻഡും പിടിക്കുക. ഒരു കാരണവശാലും മേളിൽ പിടിക്കരുത്, താഴെയും പിടിക്കരുത്. തുടക്കത്തിൽ നിങ്ങൾ ഈ തരത്തിൽ സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കുക. ഇനി നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് തൊട്ട് മേളിൽ വെക്കുക. ഇങ്ങനെ മേളിൽ വെച്ചതിന് ശേഷം സ്റ്റിയറിംഗ് താഴോട്ട് വലിക്കുക. അതിനുശേഷം നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് മേളിലേക്ക് സ്റ്റിയറിംഗ് തള്ളിക്കൊടുക്കുക. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം?
ലെഫ്റ്റ് ഹാൻഡ് മേളിലെടുത്ത് വെക്കുക, താഴോട്ട് സ്റ്റിയറിംഗ് വലിക്കുക, റൈറ്റ് ഹാൻഡ് കൊണ്ട് മേളിലേക്ക് തള്ളിക്കൊടുക്കുക. ഇത്തരത്തിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിക്കുക. ഇനി നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് എടുത്ത് സ്റ്റിയറിംഗിൻ്റെ മേളിൽ പിടിക്കുക, താഴോട്ട് വലിക്കുക. ആ സമയത്ത് ഈ കൈ ഫ്രീ ആക്കിക്കൊണ്ട് തന്നെ താഴോട്ട് വലിഞ്ഞതിന് ശേഷം ഈ കൈ കൊണ്ട് മേളിലേക്ക് തള്ളിക്കൊടുക്കുക. റൈറ്റ് ഹാൻഡ് കൊണ്ട് താഴോട്ട് വലിക്കുക, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് മേളിലേക്ക് തള്ളിക്കൊടുക്കുക. ഇനി തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് താഴോട്ട് വലിക്കുക, റൈറ്റ് ഹാൻഡ് കൊണ്ട് മേളിലേക്ക് തള്ളിക്കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. സാധാരണ ഒരു വാഹനത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ 3 പൊസിഷനിൽ കൈകൾ പിടിക്കാറുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എന്നാൽ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് പറയുന്നത്. അതായത് 1 9-3 പൊസിഷൻ. അതായത് ഈ സ്റ്റിയറിങ്ങിനെ നിങ്ങളൊരു റൗണ്ട് ക്ലോക്ക് ആയിട്ട് സങ്കല്പിക്കുക. റൗണ്ട് ക്ലോക്ക് ആയിട്ട് സങ്കല്പിക്കുമ്പോൾ ഇത് 9 മണി, ഇത് 3 മണി. അതായത് 9-3 പൊസിഷൻ. ഇതാണ് 9-3 പൊസിഷൻസ്. 9 മണിയുടെ നേരെ ഒരു സൂചി വരുന്നു, 3 മണിക്ക് നേരെ ഒരു സൂചി വരുന്നു. 9-3 പൊസിഷൻ. പിന്നെ ഉള്ളത് 10-10 പൊസിഷനാണ്. പിന്നെ ഉള്ളത് 8-4 പൊസിഷനാണ്. അപ്പോൾ ഇങ്ങനെ 3 പൊസിഷനുണ്ട്. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരെപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ 9-3 പൊസിഷൻ വെച്ച് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം എളുപ്പമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പൊസിഷൻ. ഈ പൊസിഷനിൽ കൈകൾ പിടിച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എടുത്തെടുത്ത് സ്റ്റിയറിംഗ് തിരിക്കുവാനായിട്ട് സാധിക്കും. ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന്, വാഹനത്തിൻ്റെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. തുടക്കക്കാർ ചെയ്യേണ്ടത് മാക്സിമം വാഹനത്തിൻ്റെ വേഗത കൺട്രോൾ ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയറിലൊക്കെ തുടക്കത്തിൽ നിങ്ങൾ ഓടിക്കുക. ഓടിക്കുമ്പോൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ വാഹനത്തിന് വേഗത കൂടാതെ നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുക. നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ അനായാസം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡിൽ വാഹനം ഓടിക്കുക. അതനുസരിച്ച് നിങ്ങളിത് ഈ തരത്തിൽ നിങ്ങളിങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കുക. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും നിങ്ങളുടെ നോട്ടം സ്റ്റിയറിംഗിലേക്കല്ല കൂടുതൽ വരേണ്ടത്, നോട്ടം എപ്പോഴും റോഡിലേക്കായിരിക്കണം. അതായത് നേരെ റോഡിലേക്ക് നോക്കി നിങ്ങൾ അതനുസരിച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ സ്റ്റിയറിംഗിൽ നോക്കി വാഹനം ഓടിക്കരുത്. കൃത്യമായിട്ട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെ കുറച്ച് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വണ്ടിയുടെ വേഗത നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറച്ചും കൂടെ വേഗത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ വാഹനത്തിൻ്റെ വേഗത കൂട്ടിയെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അതിനുശേഷം ഇത് കണ്ടില്ലേ, നമ്മളിപ്പോൾ റൈറ്റ് ടേൺ ചെയ്യണം, റൈറ്റ് ടേൺ ചെയ്യുന്നു, വീണ്ടും നമ്മൾ ലെഫ്റ്റ് ടേൺ ചെയ്യണം, വീണ്ടും നമ്മൾ ലെഫ്റ്റിലേക്ക് പോകുന്നു, വണ്ടിയുടെ സ്റ്റിയറിംഗ് വീണ്ടും നേരെയാക്കുന്നു. അപ്പോൾ വാഹനത്തിൻ്റെ വേഗത കൂട്ടി ഓടിക്കേണ്ടത് തുടക്കത്തിലേ അല്ല, ആദ്യമായിട്ട് നിങ്ങൾ ഓടിക്കുമ്പോൾ വാഹനത്തിൻ്റെ വേഗത കുറച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ വേഗത കൂട്ടി വാഹനം ഓടിക്കുക. തുടക്കത്തിൽ ഒരു 4-5 ദിവസമെങ്കിലും നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോളിന് വേണ്ടി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ലഭ്യമാകുന്നതാണ്. ഒന്നാമത്, സ്റ്റിയറിംഗിൽ നിങ്ങൾ ഉള്ള ബലം ഒന്നും കൊടുത്ത് ടൈറ്റായിട്ട് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുന്ന അവസരങ്ങളിൽ ഇങ്ങനെയൊന്നും തിരിക്കരുത്. അതോടൊപ്പം തന്നെ ഇങ്ങനെയൊന്നും നിങ്ങൾ തുടക്കത്തിൽ തിരിക്കേണ്ട, കാരണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല. നിങ്ങൾ തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടും 9-3 പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റിയറിംഗിൻ്റെ സെൻട്രലായിട്ട് കൈകൾ വരുന്ന ഈ ഒരു രീതിയിൽ കൈ പിടിച്ചിട്ട് നിങ്ങളിത് ഇത്തരത്തിൽ എടുത്തെടുത്ത് തിരിക്കുക. നിങ്ങൾ ജസ്റ്റ് വീട്ടിലിരുന്ന് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ടയറിൻ്റെ തിരിവൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് വളരെ വേഗത്തിൽ തന്നെ നേടിയെടുക്കാവുന്നതാണ്. ഇനി സ്റ്റിയറിംഗ് ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾ ചോദിക്കുന്ന ഒട്ടുമിക്ക സംശയങ്ങൾക്കുള്ള മറുപടികൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്റ്റിയറിംഗ് ബാലൻസ്, അതിനോടൊപ്പം തന്നെ ഗുഡ്സൺ കട്ടപ്പന എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കുറേയധികം വീഡിയോകൾ സ്റ്റിയറിംഗ് ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. ഇനി നിങ്ങൾക്ക് ഗിയർ ചേഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് ഗുഡ്സൺ കട്ടപ്പന എന്ന് സെർച്ച് ചെയ്താൽ ഗിയർ ഷിഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അങ്ങനെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ്, വാഹനത്തിൻ്റെ ഫ്രണ്ട് ജഡ്ജ്മെൻറ്റ്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ, അങ്ങനെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മറ്റു വീഡിയോകൾ കയറി കാണുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.